3-4 ദിവസം വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മയും നാത്തൂനും ഉമ്മാൻ്റെ 2 അനിയത്തിമാരും മക്കളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ വന്ന ദിവസം അവർ ചോറൊക്കെ കഴിക്കുന്നതിന് മുന്നേ കേക്ക് ഫ്രിഡ്ജിൽ കണ്ടപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് കേക്ക് മുറിക്കണം നിർബന്ധം. അങ്ങനെ കരഞ്ഞുകൊണ്ട് ചെറിയ രണ്ടാളും മുറിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രി കേക്കൊക്കെ കഴിച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബീഫ് കായക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് തിന്നലൊക്കെ മക്കളൊക്കെ ആദ്യം കഴിച്ച് പിന്നെ ഞങ്ങളിതാ സാവധാനം ഇരുന്ന് കഴിക്കാനുണ്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചോറ് തിന്നലൊക്കെ കഴിഞ്ഞ് പുഴയിലൊക്കെ ഒന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഒരു രസമല്ലേ, എല്ലാവരും കൂടി പുഴയിലൊക്കെ ഒന്ന് പോയി. നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് വേനലായി ഇത്രയും വെള്ളമൊന്നും ഉണ്ടാവില്ല. കുട്ടികളും എല്ലാവരും ഉള്ളപ്പോൾ നല്ല ഒച്ചപ്പാടായിരുന്നു കേട്ടോ. 3-4 ദിവസം നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ് ഇന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇത് കാണിക്കുകയാണ് കേട്ടോ ഞാൻ. അടുക്കളയിലും അടുക്കള റൂമിലും അകത്തും ഇതുപോലെ നമ്മൾ ഫ്ലെക്സ് വിരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. കുറേശ്ശെ ഞാൻ എടുത്തിട്ടുള്ളൂ. തിരക്കിനിടയിൽ ഫുള്ളായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറഞ്ഞൊരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ, ഷോർട്ടല്ല, ഒരു 2-3 മിനിറ്റുള്ള വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഞങ്ങൾ നെയ്യപ്പവും ചായയൊക്കെ ഉണ്ടാക്കി ചായ കഴിഞ്ഞ് പുളിമരത്തിൻ്റെ ചുവട്ടിലൊക്കെ പോയി. പിന്നെ അവരൊക്കെ പോകുന്ന ആ ഒരു ചെറിയ കാഴ്ചകളൊക്കെ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയിലുണ്ടായിരുന്ന ആ പാത്രം വെക്കുന്ന ആ ഒരു അലമാര ആ സ്റ്റോർ റൂമിലേക്ക് ഇങ്ങോട്ട് മാറ്റി ഇതുപോലെ ഫ്ലെക്സ് വിരിച്ചപ്പോൾ നല്ല വൃത്തിയായിട്ട് തോന്നി കേട്ടോ. നമ്മുടെ പാവങ്ങളുടെ ടൈലാണെന്നൊക്കെ പറയാം കേട്ടോ. ഇത് ഇങ്ങനെ നമുക്ക് ഇതും നമ്മൾ ഇങ്ങനെ വിരിച്ചിട്ടാൽ അതും നമുക്ക് നല്ലൊരു സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മേളിൽ സ്റ്റിക്കർ പോലെ ഇതുപോലെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് മറച്ചിട്ടിട്ടുണ്ടെങ്കിൽ വെള്ള കളറായിരിക്കും. അപ്പോൾ പിന്നെ ഒരുപാട് പെട്ടെന്ന് തന്നെ അഴുക്കായിട്ടുണ്ടെങ്കിൽ അറിയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നാത്തൂനും ഉമ്മാൻ്റെ അനിയത്തിയും ഇക്ക എല്ലാവരും കൂടി മക്കളെല്ലാവരും കൂടിയൊക്കെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചതാണ്. ഇങ്ങനെ ഫ്ലെക്സ് വിരിച്ചിട്ടപ്പോൾ നല്ലൊരു വൃത്തിയായി തോന്നി കേട്ടോ. പിന്നെ കുറച്ച് സ്ഥലമൊക്കെ ആയ പോലെ തോന്നി. നമുക്ക് സാധനങ്ങളൊക്കെ അടുക്കി വെക്കാൻ വേറൊരു സ്പേസ് ഒന്നും ഇല്ലാത്തത് കാരണം ആ ഒരു തുണി വെച്ച അലമാര പഴയതായപ്പോൾ അത് അടുക്കളയിലേക്ക് ഇട്ടിട്ടതായിരുന്നു കേട്ടോ. പിന്നെ അത് അടുക്കളയിൽ വെച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് നാത്തൂനൊക്കെ പറഞ്ഞ് അത് അങ്ങോട്ട് റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ ഫ്ലെക്സ് വിരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി. അപ്പോൾ പിന്നെ അടുക്കളയിൽ കുറച്ചും കൂടി സ്പേസ് ആയിട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ വന്നിട്ട് ചെയ്തു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷം ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെക്സൊക്കെ ഇങ്ങനെ ഇതുപോലെ വിരിച്ചിട്ട് അടിച്ചു വാരി തുടച്ചിട്ടാൽ അതവിടെ കിടന്നുള്ളൂ. മറ്റേത് ഒരു വൃത്തിയില്ലാത്ത പോലെയാണ്. ഇവിടെ എത്ര തുടച്ചാലും ഒരു നല്ലൊരു വൃത്തിയായിട്ട് കോലായിൽ മാത്രമേ അങ്ങനെ ഒരു കളർ ഉണ്ടാവുള്ളൂ. അകത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞത് കൊണ്ട് തുടച്ചിട്ടാലൊരു വൃത്തി തോന്നില്ല. അപ്പോൾ ഇങ്ങനെ ആക്കിയപ്പോൾ നല്ലൊരു ഇതായിട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചതാണ് കൂട്ടുകാർക്ക്. ഈ എഴുത്തുള്ളത് ഫ്ലെക്സ് നമ്മൾ ഇങ്ങനത്തെ വാങ്ങുമ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ കേട്ടോ. ഇതുപോലത്തെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എല്ലാ റൂമിലും ഇടാം. പക്ഷേ അങ്ങനെ ഇട്ടില്ല, അകത്ത് മാത്രമേ ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ. നിസ്കരിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇതാണ് കുറച്ചും കൂടി യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. പിന്നെ കുറച്ച് എയർ കുടുങ്ങിയിട്ടുണ്ട്, അതാണ് ഇതുപോലെ ഒന്ന് ഇതായി കിടക്കുന്നത് കേട്ടോ, ചുരുണ്ടിട്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തന്നിട്ടാണ് കേട്ടോ ഇന്നലെ അവർ പോയിട്ടുണ്ടായിരുന്നു. നാത്തൂനും മക്കളും ഉമ്മയൊക്കെ ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ തിന്നൽ കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ചിക്കൻ കറി വെക്കാനായിട്ട് മോളിതാ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് എല്ലായിടത്തും ഇറങ്ങുന്ന വീഡിയോസൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ടി വിയൊക്കെ അകത്തായിരുന്നു കേട്ടോ, ഇവിടെ ആയിരുന്നു. ഇതൊക്കെ കോലായിലേക്ക് വെച്ചു. പിന്നെ ചിക്കൻ കറിയൊക്കെ ആയി ഏകദേശം. ഇപ്പോൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ചിക്കൻ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പും കിഴങ്ങ്, ഇന്നലത്തെ കറി, പപ്പടം ഉണ്ടായിരുന്നു, മത്തയിലെ താളിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇതാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്.